ശ്രീ രാധികാ മഹാറാണിയുടെ ഉഗ്രസ്വരൂപം. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ രാധാ ഹൃദയഖണ്ഡം 10-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന അതിശയിപ്പിക്കുന്ന ഒരു സംഭവമാണ് ശ്രീ രാധാറാണിയുടെ ഉഗ്രരൂപ പ്രകടനം. ശാന്തസ്വരൂപിയായ രാധ എങ്ങനെയാണ് ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ പരാശക്തിയായി മാറിയതെന്ന് ഈ കഥ വ്യക്തമാക്കുന്നു. ഒരിക്കൽ ബാല്യത്തിൽ ശ്രീ രാധാറാണി മാതാവായ കീർത്തിദയോടും തോഴിമാരോടും അഥവാ സഖികളോടുമൊപ്പം യമുനാ നദിയിൽ കുളിക്കാൻ പോയി. ആ സമയത്ത് നദിയിൽ വസിച്ചിരുന്ന ഭയാനകമായ ഒരു മകരൻ അഥവാ മുതലയുടെ രൂപത്തിലുള്ള രാക്ഷസൻ അവരെ ആക്രമിച്ചു. മകരൻ കീർത്തിദയെയും രാധയെയും വെള്ളത്തിനടിയിലേക്ക് വലിച്ചിഴച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ട രാധ അപകടത്തിലായതുകണ്ട് ഭയചകിതരായ സഖികൾ ഉച്ചത്തിൽ വിളിച്ചു കരഞ്ഞു, ഹേ ഭഗവാൻ ശ്രീകൃഷ്ണ, ദയവായി ശ്രീരാധയെ രക്ഷിക്കൂ. ഭയം താങ്ങാനാവാതെ സഖികൾ അബോധാവസ്ഥയിലായി വീണു. തന്റെ മാതാവും സഖികളും ഇത്തരത്തിൽ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ കരുണാമയിലായ രാധ തന്റെ യഥാർത്ഥ സ്വരൂപമായ പരാശക്തി പരമേശ്വരിയെ പ്രകടമാക്കി. ശ്രീ രാധികാ മഹാറാണി സ്വീകരിച്ച ആ ഉഗ്രരൂപം അതീവ ഭയാനകവും ശക്തവുമായിരുന്നു. അഗ്നിജ്വാലകൾ പോലെ തിളങ്ങുന്ന 3 കണ്ണുകളുള്ളവളായി അവൾ മാറി. വാൾ, ദണ്ഡ്, കുന്തം തുടങ്ങിയ ദിവ്യ ആയുധങ്ങൾ അവൾ ധരിച്ചിരുന്നു. അവളിൽ നിന്നു പുറപ്പെട്ട ദിവ്യശക്തി ഭൂമിയെ നടുക്കുകയും ദുഷ്ടശക്തികളെ വിറപ്പിക്കുകയും ചെയ്തു. ഒരേ സമയം അനേകം രൂപങ്ങൾ പ്രകടിപ്പിക്കാൻ അവൾക്ക് സാധിച്ചു. കോപാകുലയായ ദേവി യമുനാ നദിയിൽ പ്രവേശിച്ച് മകരനെ പരാജയപ്പെടുത്തി കരയിലെത്തിച്ച് നിഗ്രഹിച്ചു. യഥാർത്ഥത്തിൽ ആ മകരൻ രംഭ എന്ന അപ്സരസായിരുന്നു. ദുർവാസാവ് മഹർഷിയുടെ ശാപം മൂലമാണ് രംഭ മകരനായി മാറിയത്. ദ്വാപരയുഗത്തിൽ ശ്രീരാധയുടെ കൈകളാൽ വധിക്കപ്പെടുമ്പോൾ മാത്രമേ ശാപമോചനം ലഭിക്കൂ എന്നതായിരുന്നു വിധി. ശാപമോചനം ലഭിച്ച രംഭ തന്റെ ദിവ്യരൂപം വീണ്ടെടുക്കുകയും ശ്രീരാധയെ ഇപ്രകാരം സ്തുതിക്കുകയും ചെയ്തു. പരമോന്നത മാതാവേ, നീ എല്ലാ ജീവികളുടെയും മാതാവാണെന്നും പ്രപഞ്ചത്തെ വശീകരിക്കുന്ന പരാശക്തിയാണെന്നും ഞാൻ അറിയുന്നു. അങ്ങയുടെ കൃപയാൽ ഞാൻ മോചിതയായിരിക്കുന്നു. തുടർന്ന് രംഭ ദേവിയെ വണങ്ങി തന്റെ ലോകത്തേക്ക് മടങ്ങി. ശ്രീരാധ കേവലം ഒരു ഗോപിക മാത്രമല്ല, മറിച്ച് സർവചരാചരങ്ങളുടെയും നിയന്താവായ ആദി പരാശക്തി തന്നെയാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ഭക്തരെ സംരക്ഷിക്കാനും ശാപഗ്രസ്തരെ മോചിപ്പിക്കാനും ദേവി സ്വീകരിക്കുന്ന വിവിധ ഭാവങ്ങൾ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമാണ്.